വെൽക്കം ടു ട്രഷർ ട്രൂ. ഈ ഒരു ചാനലിൽ ഞാൻ നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിൻ്റെ മിക്ക സബ്ജക്ട്സും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ നാച്ചുറൽസ് പ്ലെൻറ്റി ആണ്. ലുക്ക് ഡീപ്പ് ഇൻ ടു നാച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. പ്രകൃതിയിലേക്ക് ആഴത്തിൽ നോക്കൂ, എങ്കിൽ നിങ്ങൾക്ക് കൂടുതലെല്ലാം വ്യക്തമായി മനസ്സിലാകും. ഇത് പറഞ്ഞിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. നെക്സ്റ്റ് ഇവിടെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നാച്ചുറൽ വാക്ക് വിത്ത് യുവർ ടീച്ചർ. ഹൗ വുഡ് ദ എക്സ്പീരിയൻസ് ബി? അപ്പോൾ നിങ്ങളുടെ ടീച്ചറൊക്കെ ഒരു നാച്ചുറൽ വാക്കിന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരിക്കും? അപ്പോൾ അത് ഒരു കോളത്തിൽ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഐ കുഡ് സീ, എനിക്ക് കാണാൻ പറ്റി. ബിഗ് ട്രീസ്, വലിയ മരങ്ങൾ. വൈൽഡ് ആനിമൽസ്, വന്യമൃഗങ്ങൾ. ബ്യൂട്ടിഫുൾ സ്ട്രീംസ്, മനോഹരമായ അരുവികൾ. മെനി കൈൻഡ്സ് ഓഫ് ബേർഡ്സ്, പലതരത്തിലുള്ള പക്ഷികൾ. ഗ്രാസ് ലാൻഡ്, പുൽത്തകിടികൾ. പിന്നെ ഐ കുഡ് ഹിയർ ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ചിലയ്ക്കൽ. ദ ഹമ്മിങ് ഓഫ് ബീസ്, തേനീച്ചകളുടെ മുരൾച്ച. ഫ്രൈറ്റണിങ് എക്കോ, പേടിപ്പെടുത്തുന്ന പ്രതിധ്വനി. ദ സ്ക്രീമിംഗ് ഓഫ് പീകോക്സ്, മയിലുകളുടെ കരച്ചിൽ. ദ ഗിബറിംഗ് ഓഫ് ഏബ്സ്, കുരങ്ങുകളുടെ കലപില. ഐ കുഡ് സ്മെൽ ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പുഷ്പങ്ങളുടെ സുഗന്ധം. കൂൾനെസ് ഓഫ് ഷെയ്ഡ്, തണലുകളുടെ കുളിർമ. ഫ്രൈറ്റനിങ് സൈലൻസ്, പേടിപ്പെടുത്തുന്ന നിശബ്ദത. ഫ്രഷ്നസ് ഡ്യൂ ടു ഫ്രഷ് എയർ, ശുദ്ധവായു മൂലമുള്ള നവോന്മേഷം. ഈസ് ബിക്കോസ് ഓഫ് പ്യുവർ സറൗണ്ടിങ്, ശുദ്ധമായുള്ള പരിസരം മൂലമുള്ള സുഖം, ആശ്വാസം. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാം. ഹിയർ ഈസ് എ ബോയ് ഹൂ സെറ്റ്സ് ഓൺ എ ട്രിപ്പ് ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നാച്ചർ. നാച്ചുറിൻ്റെ ബ്യൂട്ടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രിപ്പ് പോകുന്ന ഒരു കുട്ടിയാണ് ഈ ഒരു കഥയിലുള്ളത്. വേർ ഡസ് ഹി ഗോ, എവിടെയായിരിക്കും അവൻ പോയത്? വാട്ട് ഡസ് ഹി സീ ദെയർ, അവൻ എന്തൊക്കെ അവിടെ കണ്ടിട്ടുണ്ടാവും? ഹൗ ഡസ് ഹി ഫീൽ, എന്തൊക്കെ അവൻ ഫീൽ ചെയ്തിട്ടുണ്ടാവും? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എഴുതിയത് റസ്കിൻ ബോണ്ട് ആണ്. ഹൗ ഫാർ ഇസ് ദ റിവർ, നദി എത്ര ദൂരെയാണ്? ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ stood a mountain, കുട്ടിക്കും നദിക്കുമിടയിൽ ഒരു പർവ്വതം നിന്നിരുന്നു. The boy was young and the river was small, but the mountain was big. കുട്ടി ചെറുപ്പവും നദി ചെറുതും പർവ്വതം വലുതുമായിരുന്നു. The thickly forested mountain hid the river, but the boy knew it was there. അപ്പോൾ ഈ ഒരു പർവ്വതം, വനങ്ങൾ കൊണ്ട് നിറഞ്ഞ പർവ്വതം നദിയെ കുട്ടി കാണുന്നതിൽ നിന്നും മറച്ചിരുന്നു. പക്ഷേ അവൻ അറിയാമായിരുന്നു അത് അവിടെയുണ്ടെന്ന്. He had never seen the river with his own eyes. അവൻ അവൻ്റെ കണ്ണുകൾ കൊണ്ട് ഇതുവരെ ആ ഒരു നദി കണ്ടിട്ടുണ്ടായിരുന്നില്ല. But from the villagers he had heard of it. പക്ഷേ അവിടെയുള്ള ഗ്രാമീണരിൽ നിന്ന് അവൻ അതിനെപ്പറ്റി കേട്ടിരുന്നു. ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്ക്, ആ നദിയിലുള്ള മീനുകളെ പറ്റിയും പാറകളെ പറ്റിയൊക്കെ. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി, അവൻ അത് നേരിട്ട് അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ, കുട്ടിയെ നദി കാണുന്നതിൽ നിന്ന് എന്താണ് പ്രിവെൻറ്റ് ചെയ്തത്? അപ്പം നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് സീയിങ് ദ റിവർ? ആൻസർ, ദ ബിഗ് മൗണ്ടെയിൻ പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ. ആ വലിയ പർവ്വതമായിരുന്നു കുട്ടിയെ നദി കാണുന്നത് പ്രിവെൻറ്റ് ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. What did the boy hear about the river from the villagers? വില്ലേജസിൽ നിന്ന് നദിയെ പറ്റി എന്തൊക്കെയായിരുന്നു അവൻ കേട്ടിരുന്നത്? അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തത്. The boy
heard about the rock and the fish in its water. ആ കുട്ടി ആ നദിയിലുള്ള മീനുകളെ പറ്റിയും പാറകളെ പറ്റിയും ഒക്കെ ആയിരുന്നു കേട്ടിട്ടുണ്ടായി. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് എടുക്കാം. He stood in front of his house on the hill opposite the mountain. അവൻ പർവ്വതത്തിനെതിരെയായിട്ട് നിൽക്കുന്ന ഒരു ഹില്ലിലായിരുന്നു അവൻ്റെ വീട്. അവൻ അതിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. And gazed across the valley dreaming the river. നദിയെ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ താഴ്വാരങ്ങൾ നോക്കി. Gazed means looked, നോക്കുക. He was about 12 years old, a starry boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he could not afford shoes, but because he liked the feel of warm stones and cool grass. അപ്പോൾ ആ കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ കുട്ടി ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു സ്റ്റഡി മീൻസ് സ്ട്രോങ്ലി, ശക്തനായ ഒരു കുട്ടി. അവൻ്റെ മുടി ചീകി ഒതുക്കാത്തതും കറുത്തതുമായിരുന്നു. അവൻ്റെ കണ്ണുകൾ കറുത്ത തിളക്കമാർന്നതായിരുന്നു. അവന് നല്ല മുഖഭാവമായിരുന്നു. അവൻ്റെ സ്കിന്ന് തവിട്ടു നിറമുള്ളതായിരുന്നു. അവൻ്റെ കൈയും കാലും പോറലേറ്റതും പരുക്കനുമായിരുന്നു. He was barefooted, not because he could not afford shoes, but because he liked the feel of warm stones and cool grass. അവന് barefooted, ചപ്പൽസ് ഒന്നും വെയർ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഷൂസ് ഒന്നും വെയർ ചെയ്യാതെയായിരുന്നു അവൻ. കാരണം അവന് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അവന് പുല്ലുകളുടെയും കല്ലുകളുടെയും ഒക്കെ ഊഷ്മളത അനുഭവിക്കാൻ ഇഷ്ടമായതുകൊണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Why did the boy like to walk barefooted? എന്തുകൊണ്ടാണ് ആ കുട്ടി barefooted ആയത്, അല്ലെങ്കിൽ ചപ്പൽസ് ഒന്നും വെയർ ചെയ്യാത്തത്? അതിന് ആൻസർ, the boy wanted to get the feel of warm stones and cool grass, so he walked barefooted. അവന് കല്ലിൻ്റെയും പുല്ലിൻ്റെയും ഒക്കെ ഊഷ്മളത അനുഭവിക്കാൻ ഇഷ്ടമായതുകൊണ്ട്, അതുകൊണ്ടാണ് അവൻ barefooted ആയത്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. It was 11 o'clock and he knew his parents would not return home till evening. സമയം 11 മണിയായി. അവൻ അറിയായിരുന്നു അവൻ്റെ പാരൻസ് വൈകി, അതായത് സന്ധ്യയായിട്ടേ വരുമെന്ന് അവനറിയായിരുന്നു. There was a loaf of bread he could take with him. അവൻ്റെ കൂടെ കരുതാൻ അവിടെ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. And on the way he might find some fruits. അതുമാത്രമല്ല, അവന് പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സും കിട്ടുമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു അവൻ വിചാരിച്ചത്. Here was the opportunity he had waited for. ഇതായിരുന്നു അവൻ ഏറെ കാലമായി കാത്തിരുന്ന ടൈം. എന്തിനു വേണ്ടി? ആ നദിയിലേക്കൊന്ന് പോകാൻ വേണ്ടി. His mother and father had gone to visit relatives for the entire day and had left him on his own. അവർ ഒരു സന്ധ്യ വരെയുള്ള ഒരു ദിവസം വൈകിട്ട് വരെ അവൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർ വൈകി സന്ധ്യയ്ക്കേ വരവും. അവനെ അവിടെ ഒറ്റക്കാക്കിയിട്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് അവിടെ വിട്ടിട്ടായിരുന്നു അവർ പോയത്. If they came home before dark, before they returned, they would not know where he had been. അവർ വരുന്നതിന് മുമ്പേ അവിടെ വീട്ടിലെത്തിയാൽ, അല്ലെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് അവൻ അവിടെ എത്തിയാൽ, അവൻ്റെ പാരൻസിന് അവൻ എവിടെയായിരുന്നു എന്നറിയാൻ പറ്റില്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. How did the boy get a chance to see the river? അവൻ എങ്ങനെയായിരുന്നു റിവർ കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയത്? ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്. The boy
was left alone as his parents had gone to visit their relatives for the entire day. The boy decided to make use of this opportunity to see the river. അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. He went into the house and wrapped the loaf in a newspaper. അവന് വീട്ടിൻ്റെ അകത്തേക്ക് ചെന്ന് ആ ഒരു ബ്രെഡ് ഒരു പേപ്പറിൽ പൊതിഞ്ഞു. wrapped മീൻസ് പൊതിഞ്ഞു, ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു. Then he closed all the doors and the windows. എന്നിട്ട് അവന് അവിടെയുള്ള അവൻ്റെ വീട്ടിലുള്ള എല്ലാ ഡോറും വിൻഡോസൊക്കെ അടച്ചു. The path to the river dropped steeply into the valley. നദിയിലേക്കുള്ള വഴി താഴ്വാരത്തേക്ക് കുത്തനെ ഇറങ്ങി. Then rose and went around the big mountain. പിന്നീട് കയറ്റം കയറി പർവ്വതത്തെ ചുറ്റിപ്പോകുന്നതായിരുന്നു. It was frequently used by the villagers, the woodcutters, milkmen and mule drivers. സാധാരണ ഈ വഴി ഗ്രാമീണരും തടിവെട്ടുകാരും പാൽക്കാരും പിന്നെ കഴുത സവാരിക്കാരൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. മ്യൂൾ മീൻസ് ഡോങ്കി അല്ല, പകരം ക്രോസ് ബ്രീഡ് ഓഫ് ഡോങ്കി ആൻഡ് ഹോസ്. അതായത് മ്യൂൾ എന്നൊരു ആനിമലിനെ കാണാൻ പകുതി ഹോസിനെ പോലെ ആയിരിക്കും, പിന്നെയോ പകുതി കഴുതയായത്. അതായത് ഹോസും ഡോങ്കിയുടെയൊക്കെ ഒരു ഷേപ്പ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആനിമലാണ് മ്യൂൾ. അതിന് മലയാളത്തിൽ കഴുത എന്ന് പറയാം. But there were no villages beyond the mountain or near the river. പക്ഷേ അവിടെ ഈ വഴി ഉപയോഗിച്ചിരുന്നവരാണ്, ഇവരൊക്കെ ഈ വഴി ഉപയോഗിച്ചിരുന്നെങ്കിലും ആരെയും പർവ്വതത്തിനപ്പുറത്തോ നദിക്കരയിലോ കാണാനില്ലായിരുന്നു. The boy passed a woodcutter and asked him how far was the river. അവനൊരു വുഡ് കട്ടറിനെ പാസ് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് ചോദിച്ചു, നദി എത്ര ദൂരെയാണ്. The woodcutter was a short but powerful man. ആ വുഡ്കട്ടൻ കുള്ളനും എന്നാൽ ശക്തിശാലിയായിരുന്നു. With a creased and weathered face. ചുക്കിച്ചുളിഞ്ഞ മുഖത്തോടു കൂടിയായിരുന്നു അയാൾ. And muscles that stood out in hard ugly lumps. അയാളുടെ പേശികൾ അനാകർഷമായി മുഴകളായി പുറത്തേക്ക് തള്ളിയിരുന്നു. അപ്പം നമ്മൾ ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിലാണ് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഞാനിടുന്ന അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററായിട്ട് ഇതുവരെ എടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.